ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ മൂന്നുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. ഇനി ഏതെങ്കിലും കാരണവശാൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സമരം നടത്തും. ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ തേടുകയും ചെയ്യും. പക്ഷേ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് ഗവൺമെന്റ് പാലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി ജെബി മേത്തനോടും KSU പ്രസിഡന്റ് ശ്രീ അലോഷ്യസിനോടും ഞാൻ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തെ മുഴുവൻ പ്രയാസത്തിലാക്കി, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അഴിച്ച് ഒരു CBI അന്വേഷണം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടു എന്നുള്ള അഭിമാനബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം, അവർ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കുക. അല്ല, തീർച്ചയായിട്ടും മാതാപിതാക്കളോട് നൽകിയ ഉറപ്പല്ലേ ഏറ്റവും പ്രധാനം. ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല, ഞങ്ങൾ പോയിട്ടില്ല. മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പാണത്. പിതാവ് കേരളത്തിന്റെ പൊതുസമൂഹത്തോടും നിരാഹാരം ഇരിക്കുന്ന ഇവരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഞങ്ങൾ മാനിക്കുന്നു. ഞാൻ പറയുകയും ചെയ്തല്ലോ, ഏതെങ്കിലും കാരണവശാൽ ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരത്തെ ഗവൺമെന്റ് നേരിടേണ്ടി വരും. രണ്ടാമത് ഞങ്ങൾ നിയമവഴികൾ തേടി CBI അന്വേഷണത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ഇത് CBI അന്വേഷണത്തിന് വിടും എന്ന് തന്നെയാണ്. ബാക്കി ചില ഡിമാൻഡുകൾ കൂടിയുണ്ട്, അതുകൂടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. മാത്രമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നമാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാധനം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നമ്മുടെ ആശയ പ്രചരണത്തിന് കൂടിയുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്നത് മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം മുഖ്യമന്ത്രിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്രൂരമായ കൊലപാതകം നടത്തിയത്, കൊന്ന് ആ പാവത്തിനെ കെട്ടിത്തൂക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും. ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തും. കേരളത്തിലെ DYFIയും SFIയും നടത്തുന്ന ഈ കിരാതമായ ആക്രമണങ്ങൾക്കെതിരായി, അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുന്നതിനെതിരായി, CPM തണൽ കൊടുക്കുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്, ഒരു ഘടകം തീർച്ചയായിട്ടും സിദ്ധാർത്ഥത്തിന്റെ മരണവും സിദ്ധാർത്ഥിന്റെ കൊലപാതകവും അതോടനുബന്ധിച്ച് ഉണ്ടായ വിഷയങ്ങളും കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന രക്ഷകർത്താക്കളിൽ ഉണ്ടായിരിക്കുന്ന ഭീതിയും തന്നെയായിരിക്കും. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തും ഉറപ്പായിട്ടും.